സോ ഹേസ് അപ്പോൾ പറയുന്നത് നമ്മുടെ സ്വന്തം ഫ്രീ ഫയർ ആണ്. സോ ഫ്രീ ഫയറിൽ ഞാൻ ഒരു ബ്ലൂ ചലഞ്ചാണ് കളിക്കാൻ പോണേ. സോ ബ്ലൂ ചലഞ്ച് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതുണ്ടല്ലേ, ഇവിടെ ഓസ്കാറും ബ്ലൂ ആണ്. പിന്നെ ഇതിനകത്ത് കളക്ഷൻസിൽ ഈ ഒരു ബാഗാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതെല്ലാം ബ്ലൂ ആണ്. സോ BR ലാസിയസ് ആണ് ഗെയ്സ് കളിക്കുന്നത്. അപ്പോൾ ചുമ്മാ എല്ലാം ബ്ലൂ ആക്കണ്ടേ. അപ്പോൾ ഇത് മാപ്പ് എനിക്ക് എത്രയാണോ 37 പോയേക്കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക്. അയ്യോടാ ബാഗ് മാറി, കുഴപ്പമില്ല. ഓടാ ഇവൻ്റെ ഒക്കെ നോക്കിയ പെയിൻ അധികം. എൻ്റെ ഫ്രണ്ട് ആദ്യം പെയിൻ ഉണ്ട്. ഓക്കെ ഇതെടുക്കാം. ഞാൻ എപ്പോഴും മറ്റേ ഇതാണ് എടുക്കുന്നത്. എന്താ M500 ഇതും കണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ പ്രാവശ്യം എടാ ഇത് നോക്കണം. ഇവൻ്റെ ഒക്കെ ഗിൽഡിൻ്റെ ലെവല് അല്ല, ഗിൽഡ് ലെവലില്ല, മറ്റൊരു സാധനം ഉണ്ടല്ലോ. എന്താ ഗിൽഡിനകത്ത് നിന്ന് ഇടുന്ന ഒരു സാധനം. ആ സാധനം പിന്നെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് 600 സാധനങ്ങൾ, 600 ടോക്കൺസ് ഉണ്ടെന്ന് തോന്നുന്നു അവൻ്റെത്. അല്ലാതെ കിട്ടില്ലല്ലോ. ഓക്കെ വെടിയുടെ സൗണ്ട്. ഓ ഫസ്റ്റ് നോക്ക്. അയ്യോ എടാ ഞാൻ നോക്ക്. എടാ 1v2 എടുക്കാനാണ്, 1v2 എടുക്കാനാണ്. നല്ല പടം. കത്താനയുടെ സ്പിന്നൊക്കെ ട്രിപ്പിൾ നൈറ്റിന് മറ്റേ സ്പിൻ കത്താനൊക്കെ. ഗൈസ് ഇതെൻ്റെ രണ്ടാമത്തെ റെക്കോർഡാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കാം. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കാം. ഒന്നും വലിയ കാര്യമാക്കണ്ട, നിങ്ങൾ ഇതിനകത്ത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ ഗ്ലൂ വാൾ ഡി മാക്സിമം ഗ്ലൂ വാൾ കളിക്കണം നമ്മൾ, അത്രേ ഉള്ളൂ. ഡെസേർട്ട് ഈഗിൾ വെച്ച് 1 ടാപ്പ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ കൊള്ളായിരുന്നു. 1 ടാപ്പ് അടിക്കാൻ പറ്റും, പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല ഗൈസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും 1 കളിക്കുമ്പോൾ ഞാൻ 1 ടാപ്പ് അടിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് മാത്രം എനിക്ക് 1 ടാപ്പ് അടിക്കാൻ ഇച്ചിരി പാടാണ്. ഈ CS കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും 1 ടാപ്പ് അടിക്കും. എപ്പോഴല്ല ഓക്കെ ആടാ ഗ്ലൂ വാൾഡിൽ തീർന്നു ഞാൻ. എടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പിടി ആവൂടാ. ഞാൻ എപ്പോഴും കുത്തിപ്പിടി അല്ല, ഇടയ്ക്ക് കുത്തിപ്പിടി. ഇവൻ്റെ കണ്ണ് തീർക്കാം. കിട്ടിയേ. അയ്യോ എടാ എനിമയാണോ. നിൽക്ക് ഞാൻ ഡെസേർട്ടിൽ വെച്ച് അടിക്കാം. നമുക്ക് ഡെസേർട്ടിൽ വെച്ച് അടിക്കാം അവനെ. എവിടെ ഗ്രനേഡ്. എനിക്കൊരു കില്ല് കിട്ടിയേ. എന്തൊക്കെ പറഞ്ഞാൽ എനിക്കൊരു കില്ല് കിട്ടി. എടാ ഞാൻ വീണ്ടും പ്രൊഫൈൽ പിക്ചർ മാറ്റാൻ മറന്നു. എടാ എന്നെ ഹെൽപ്പ് ചെയ്യേ. നല്ല കുട്ടപ്പൻ നീയൊക്കെയാടാ കുട്ടപ്പൻ. അയ്യോ തീർന്നു. എടാ ഞാൻ തീർന്നു. ഡാമേജ് കൊടുത്തില്ല അവനെ. തീർന്നു. ഒരു പോയിന്റ് കിട്ടി. ഞാൻ വിചാരിച്ചു ഈ കളി അവന്മാർ കൊണ്ടുപോയിന്ന്. ഗൈസ് ഇവനാണ് JK ഷാഡോ. ഓക്കെ നല്ല പേര്, എനിക്കിവനെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ അതിനകത്ത് ഞാൻ ഏതെടുക്കും. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഏതെടുക്കും. ബാക്കി 200 ഉള്ളൂ. MP14 എടുക്കാം. MP14 നല്ല പവറുണ്ട്. ഓക്കെ MP14 എൻ്റെ ഫേവറേറ്റ് ഗണ്ണാണ്. ഫേവറേറ്റ് ഗണ്ണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞതിനകത്ത് MP5 ആണ്. പിന്നെ MP14 എനിക്കിഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ഗണ്ണുണ്ട് ഗൈസ് ഇതിനകത്ത് ഇഷ്ടമായിട്ടുള്ള. ഫേവറേറ്റ് ഗണ്ണ് എനിക്ക് ഇതിനകത്ത് കുറേ ഉണ്ട്. പിന്നെ ഗൈസ് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരണം. അയ്യോ 67 അയ്യോ ചത്ത്. അയ്യോടാ AWM എടാ പോലടാ AWM അത്. അയ്യോടാ ഞാൻ മൈക്കൊന്നും ഓണാക്കിയിട്ടില്ല. മൈക്കൊന്നും ഓണാക്കണ്ട, അതാണ് നല്ലത്. കാരണം ഇവന്മാരുടെ ചുമ്മാ ഹിന്ദി ഭാഷ കേട്ടോ എനിക്ക് മനസ്സിലാവൂല. ഓക്കെ അവനോക്ക് മര്യാദക്ക് എൻ്റെ ഉള്ള കണ്ണുകൾ എടുത്താൽ മതിയായിരുന്നു.
ചുമ്മാ എടാ എൻ്റെ ഒരു MP14 ഉണ്ടായിരുന്നോ, ഞാൻ അതെടുത്തില്ല. ഞാൻ ചുമ്മാ ഡെസേർട്ടിലും പിടിച്ചു നടക്കുവാ. ഞാൻ MP14 എടുത്തിട്ടുണ്ട്. അയ്യോടാ, അത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം 2000 രൂപയുള്ള 2000 രൂപയ്ക്ക് ഞാൻ മാക്സോണോ എന്താണ് അതിൻ്റെ പേര്, ഇത് ഈ സാധനങ്ങൾ എടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഈ സ്മോക്കിൻ്റെ സാധനം എടുക്കാം. USB കളയാം. ഓക്കെ. അയ്യോ എടാ, കഴിഞ്ഞടാ, 0 ആയി. എടാ എനിക്ക് മറ്റേ AK-47 എടുക്കാനോ, ഞാൻ എടുത്തില്ല ഗൈസ്. പിന്നെ ഇതൊരു ബ്ലൂ ചലഞ്ചാണ് കേട്ടോ. ബ്ലൂ ചലഞ്ച്, ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ, ഓൺലി ബ്ലൂ ആണ്, എല്ലാം ബ്ലൂ ചലഞ്ചാണ്. സോ ഞാൻ പറയാൻ വിട്ടതാണ്, ഇതിൻ്റെ ഈ ഒരു കണ്ടൻറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ബ്ലൂ ചലഞ്ചാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോസ് ചുമ്മാ ഫ്രീ ഫയറിൻ്റെ ഒരു കണ്ടൻറ്റ് ഇല്ലാതെയാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ചുമ്മാ ഒരു കണ്ടൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ച്, കണ്ടൻറ്റ് ആണോ എന്തോ, കണ്ടൻറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചുമ്മാ ഞാൻ അടിക്കാ എന്നെ നോക്കിയിരിക്കാ നീ. എന്നെ ഹെൽപ്പ് എടാ, അങ്ങനെ നോക്കാനാണെങ്കിൽ പിന്നെ കണ്ടോ കളുണ്ടോടാ. ടൈറ്റനാ ഓടാൻ പറഞ്ഞാൽ ഓടണം, അല്ല അവിടെ കുത്തിരുന്നിട്ട് കാര്യമില്ല കേട്ടാ. നമുക്ക് P90 എടുക്കാം. P90ക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല പവറുണ്ട്. ഓക്കെ, മാക്സോണോ എന്തോ എടുത്തിട്ടുണ്ട് ഞാൻ. എടാ, ബ്ലൂ ചലഞ്ചിൽ P90ക്ക് ഇതില്ല. എക്സമൈറ്റ് ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. എക്സമൈറ്റിന് നല്ലൊരു സ്കിൻ ഉണ്ട്. ഞാൻ സാധാരണ കണ്ടന്റ് ഇല്ലാതല്ലേ ഫ്രീ ഫയറിൽ വീഡിയോ ഇടുന്നത്. ഫ്രീ ഫയറിൽ ചുമ്മാ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്ലൂ ചലഞ്ച് ആയിട്ടാണ്. സോ വീണ്ടും പറയുന്നു, കുറച്ച് മുമ്പ് അറിഞ്ഞതാണ്, പക്ഷെ വീണ്ടും പറയണം, എനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എടാ, ഞാനൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ ഈ P90ക്ക് ഒരു പവറും ഇല്ലാത്തതാണ്. ഞാനൊക്കെ ചുമ്മാ ഈ P90 ഒന്ന് എടുത്ത് അടിച്ചു നോക്കുമ്പോൾ ഒരു പവറില്ലാത്ത അവന്മാരുടെ ഇപ്പം പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ P90 വെച്ച് അടിക്കുമ്പോൾ ഒരു ഡാമേജ് പോലും പോകില്ല. ഡാമേജ് പോയാലും പക്ഷെ ഒന്നും ഏക്കുന്നില്ലായിരുന്നു. ഞാൻ എന്തോരം ഡാമേജ് എടുത്തതെന്ന് പറയാം അവന്മാർക്ക് P90 വെച്ച് പണ്ടൊക്കെ. എന്നിട്ട് അവന്മാരൊന്ന് നോക്കായിട്ട് അവന്മാരുടെ ഹെൽത്ത് പോലും കുറയുന്നില്ലായിരുന്നു. ഇപ്പം കാണണം അവന്മാരുടെ ഹെൽത്ത് കുറയണം എങ്ങനെയാണെന്ന്. അയ്യോ, എടാ ഇവനെടുത്തിട്ട് നോക്കാക്കിയാ കൊള്ളാം. നല്ല കളി. അയ്യോടെ, ഞാൻ ഇവിടെ സ്റ്റക്കാവൂടെ. അവനെ എന്തിലൂടെ കിടന്നു പോയേ? ഞാൻ കയ്യിലേ തീർന്നാ? ഓ ഹെൽത്തില്ല. എന്നാണ് ഈ 1v3 എടുക്കാൻ പറ്റുമോ? ഞാൻ 1v3 എടുത്തില്ല, എടുത്ത്. ചേടാ, എനിക്ക് മര്യാദക്ക് എനിക്ക് HP അടിച്ചിട്ട് പോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് അവൻ പാടാ, എനിക്ക് 1v3 എടുക്കണമായിരുന്നു. ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് കുറച്ച് കൂട്ടാം. എടാ, ഇപ്പോഴത്തെ P90ക്ക് എന്നാ പവറോടെ. എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ P90. ഓ എടാ, ഓൾ വെപ്പൺസ് ഉണ്ടോ എൻ്റെ കയ്യിൽ? എല്ലാം അതുണ്ട്. ഈ വെപ്പൺസും ഉണ്ട്, മറ്റേ ഈ ഇങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെത് അത് തന്നെ നമ്മുടെ ഗ്ലൂ വാള് പിന്നെ മറ്റേ ബോംബ് ഇങ്ങനത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ. ന്യൂട്ടെന്നും പറയും, വേറെന്തൊക്കെയോ പറയും, ഞാനെന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ എടാ, അതെ ഒരുത്തിനവിടെ വന്ന് നിൽപ്പുണ്ടേ. അവനിപ്പോൾ ഓടി ഇങ്ങോ വരണം. P90 ഗ്രനേഡ്. ഓക്കെ, ഗ്രനേഡ് വന്നിട്ടുണ്ട്. അയ്യോ ഓടിക്കോ. ഓക്കെ എടാ, ബോട്ടാണെന്ന് ഇപ്പോൾ പലരും വിചാരിക്കും. എനിക്ക് അവിടെ ഗ്ലൂ വാൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ ഓടിയതിൻ്റെ കാരണം എന്ന് പറയണത് ബോട്ടായിട്ടൊന്നുമല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെ അടിച്ച് കൊല്ലുമെന്നുള്ള ചെറിയൊരു പേടിയുണ്ട്. എടാ, ലാഗ്. അയ്യോ, എനിമി സ്പോട്ടഡ്. ഓക്കെ
അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എടാ ഗ്ലൂ വാളിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ പോകാനാടാ ഈ ഇങ്ങനത്തെ ഗ്ലൂ വാൾ? അയ്യോ ഓക്കെ 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 അവിടെ ഗ്ലൂ വാളുണ്ട്. ഓക്കെ എടാ 3 ഇയാളാ ഞാൻ ഇന്ന് നമ്മുടെ MP5 ഫുൾ അപ്ഗ്രേഡ് ചെയ്യും. MP5 ഉണ്ടോ ഇതിനകത്ത്? ഓട്ടെ ഇല്ലടാ. അയ്യോടാ MP5 ഇല്ല. കുഴപ്പമില്ല, നമുക്ക് P90 നമുക്ക് P90 ഡെസേർട്ടുകൾ. എടാ M80 വേണോടാ എനിക്ക്. M80 ഇല്ല, ഒരു കളിയില്ല എനിക്ക്. എനിക്ക് M80 വേണമായിരുന്നോളാ. പക്ഷെ M80 എടുക്കാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി നല്ല നല്ല വെപ്പൺസ് ഉണ്ട്. പിന്നെ എനിക്ക് M80 എടുക്കാനൊരു മടി. ഞാനെങ്ങനെ നോക്കേ? ഹാക്കർ തന്നെയാണോ അത്? ഇവിടെ ഞാനെങ്ങനെയാണ് നോക്കായത്? ഇവിടെ ഇത് എന്നെ അടിയടാ. ഞാനെങ്ങനെ നോക്കായത് നേരത്ത്? അത് കള്ളക്കളി കേട്ടോ, കള്ളക്കളി. ഞാനെങ്ങനെ നോക്കായേ? ഇവന്മാരുടെ അടിയുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവനെ അടിക്കണം. അയ്യോ ഇനി ഹെൽത്ത് തുടങ്ങാനായിട്ട്. ഇവന് ഈ പെയിൻ ആണെങ്കിൽ അവിടെ നിന്ന് മാറുന്നില്ല പണ്ടാരം. അയ്യോടെ എൻ്റെ ഇനി ഒരു മെഡിക്കറ്റുകളേ ഉള്ളൂ. എടാ ഞാൻ എന്താണ് കാണിക്കണേ? ഒരു വെടി കൊള്ളണില്ല. പിന്നെ അയ്യോ ഗ്രനേഡ് അവിടെ നിന്ന് മറക്കോ. ഓക്കെ ഓക്കെ അവിടെ മാറ്റിയിട്ട് ഒരു കാര്യമില്ല. അവൻ ഓടിപ്പോയിട്ടുണ്ട്. അയ്യോ ഓക്കെ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്നും കരയണ്ട ഗൈസ്. കളി കൊണ്ടുപോയി അവന്മാർ ഗൈസ്. എന്നാ ചെയ്യാനാ ഗൈസ്? ബ്ലൂ ചലഞ്ച് ഇട്ടതാ. കുറേ പേര് നോക്കി ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. 0 സ്റ്റേർ പ്രൊട്ടക്ഷൻ പോയിന്റ്സ് പോയില്ല 32 പോയിന്റ്സാടാ. കുഴപ്പമില്ല. അടിച്ച് ഞാൻ എന്തായാലും മാക്സോണോ ഇതെങ്ങാണ്ട് വെച്ചാൽ നല്ല അടി കൊടുത്തിട്ടുണ്ടോ. നല്ല ഡാമേജ് കൊടുത്തടാ എല്ലാത്തിനും. എടാ 299 ഡയമണ്ട് എടാ 29 രൂപയ്ക്കോടാ. ഓക്കെ എനിക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. പാസിൽ ഓടാ എനിക്ക് ഈ സാധനം കിട്ടിയത്. ഇതെന്നാടോ സാധനം? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതെന്നെ വെപ്പണാണോ? വോൾട്ടിൽ പോയിട്ട് കളക്ഷൻസ് നോക്കാം. ഫാഷനാണോ? തലയിലെ ഈ ഹെയർ, ഇത് പാൻറ്റിലിത്, കളക്ഷൻസിൽ ഓക്കെ ഷൂസിലിത്, കളക്ഷൻസിൽ ഇതെന്നടാ. ഓ എടാ അപ്പം ഇത് ഈ സാധനമായിരുന്നു. അയ്യേ ഞാൻ ഇതിനാണ് വെറുതെ ഇത് ഒരെണ്ണടാ. ഞാൻ മറ്റേ സാധനം മേടിച്ച് കളഞ്ഞു. ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത പിടിക്കുന്നതാണെന്ന് പറഞ്ഞതിന് മുമ്പ് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ സൗണ്ട് കിട്ടും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം.